ആറുഭൂതത്തെ കൊന്നവളാണ് ഉള്ളി, 64 പേരെ കൊന്നവളാണ് നീലി. ചുവന്നുള്ളിയെക്കുറിച്ചുള്ള ഈ പഴഞ്ചൊല്ലി തന്നെ മതി ഉള്ളിയുടെ ഗുണങ്ങളെക്കുറിച്ച് അറിയാൻ. മനസ്സിലായില്ലേ? ആറുഭൂതം എന്നാൽ പ്രമേഹം, പ്ലേഗ്, അർബുദം, ഹൃദ്രോഗം, മഹാതരം, ക്ഷയം എന്നീ 6 രോഗങ്ങളുടെ ശത്രുവാണ് ഉള്ളി എന്നാണ് ചുരുക്കം. അതുപോലെ നീലി എന്നാൽ അമരച്ചെടിയാണ് വിശേഷിപ്പിക്കുന്നത്. വിഷചികിത്സക്കായി പ്രസിദ്ധ ഔഷധമായ നീലാമിരി പാഷാണത്തിന്റെ 60 ദോഷങ്ങൾ നശിപ്പിക്കും എന്നാണ് ഈ പഴഞ്ചൊല്ല് കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്തായാലും അതിലേക്കൊന്നും കൂടുതലായി കടക്കുന്നില്ല. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്ന ഇൻഫർമേഷൻ ഉള്ളിയെക്കുറിച്ചാണ്. ഉള്ളിയെക്കുറിച്ച് എന്താ ഇത്ര അധികം പറയാനുണ്ടാകും എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഉള്ളിയുടെ ഉപയോഗം കൂട്ടും. കാരണം അത്രയും ഔഷധ പോഷക ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞതാണ് ചെറിയ ഉള്ളി എന്ന ഈ ചുവന്നുള്ളി. എന്താണ് ഉള്ളിയുടെ ഇത്രയും മഹത്തായ അത്ഭുത ഗുണങ്ങൾ എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകും മുമ്പ് ഒരു സെക്കൻഡ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സ്ക്രീനിന് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തോടു കൂടി ചാനലിലേക്ക് സ്വാഗതം. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നാം ഉള്ളി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇത് മാത്രമല്ല, ഔഷധം എന്ന നിലയിലും ഏറെ പ്രാധാന്യമുള്ളതാണ് ഉള്ളി. പുരാതന ഈജിപ്ഷ്യൻ വൈദ്യശാസ്ത്രജ്ഞന്മാർ വിവിധ അസുഖങ്ങൾക്ക് മരുന്നായും ഉള്ളി നൽകിയിരുന്നു എന്നതാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. പുരുഷബീജം വർദ്ധിപ്പിക്കുന്നതിനും ദന്തരോഗങ്ങൾക്കും കാരണമാകുന്ന രോഗാണുക്കളെ ഇല്ലാതാക്കുന്നതിനും മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾക്കും ഉള്ളി ഒരു നല്ല ഔഷധം ആണ്. ദിവസവും ഓരോ ഉള്ളി ചവച്ചരച്ച് തിന്നാൽ ദന്തസംബന്ധമായ നിരവധി രോഗങ്ങളിൽ നിന്നും മോചനം കിട്ടാൻ സഹായിക്കും എന്ന് അടുത്തിടെ നടത്തിയ റഷ്യൻ ഗവേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞു. ചുരുക്കത്തിൽ ഒരു കഷ്ണം ഉള്ളി കൊണ്ട് മോണ സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും പരിഹരിക്കാൻ സഹായിക്കും. കൂടാതെ ശ്വാസകോശ സംബന്ധമായ എല്ലാ അസുഖങ്ങളെ സംരക്ഷിക്കുന്നതിൽ നിന്നും ഉള്ളി സഹായിക്കും. അതുപോലെ ജലദോഷം, ചുമ, വലിവ്, പകർച്ചപ്പനി തുടങ്ങിയ അസുഖങ്ങൾക്ക് ഉള്ളിയുടെ നീര് നല്ല ഒരു ഔഷധമായി ഉപയോഗിക്കാം. ഉള്ളി നീരും തേനും സമമായി ദിവസം കഴിച്ചാൽ ഈ പറഞ്ഞ അസുഖങ്ങൾ പരിഹരിക്കുന്നതിന് സഹായിക്കും. അതുപോലെ ഉള്ളിയിൽ ഇരുമ്പിന്റെ അംശം വളരെ കൂടുതലായി അടങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഉള്ളിയുടെ നിത്യേനയുള്ള ഉപയോഗം ശരീരവിളർച്ചയെ തടയുന്നതിനും സഹായിക്കും. ആദിവാസികൾ കണ്ടുവന്നിരുന്ന അരിവാൾ രോഗം അഥവാ സിക്കിൾ സെൽ അനീമിയ ഉള്ളിയുടെ നിത്യേന ഉപയോഗം കാരണമാണ് മാറിയത്. ഉള്ളിയുടെ ഗുണത്തെ എടുത്തു കാണിക്കുന്നു. കൂടാതെ കുട്ടികളിൽ ഉണ്ടാകുന്ന വിളർച്ചയ്ക്കും ചുവന്നുള്ളി കഴിക്കുന്നതിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ഇതിനായി ഉള്ളി അരിഞ്ഞ് ശർക്കരയും ചേർത്ത് കുട്ടികൾക്ക് പതിവായി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ നിശബ്ദ കൊലയാളി എന്ന് വിശേഷിപ്പിക്കുന്ന ഹാർട്ട് അറ്റാക്ക് തടയുന്നതിന് ഒരു മികച്ച ഔഷധമായി ഉപയോഗിക്കാം. 100 ഗ്രാം ഉള്ളി ഭക്ഷണത്തിലൂടെ കഴിച്ചാൽ ഹൃദയ സംബന്ധമായ പല രോഗങ്ങളും ഒഴിവാക്കാം. ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന കുർസെറ്റിക് എന്ന ആന്റി ഓക്സിഡന്റാണ് ഇതിന് സഹായിക്കുന്നത്. കൂടാതെ കുർസെറ്റിക് നമ്മുടെ രക്തം കട്ട പിടിക്കാതെ നിർത്താനുള്ള കഴിവും ഉണ്ട്. അതിനാൽ തന്നെ മേൽപ്പറഞ്ഞ ഹൃദയാഘാതവും സ്ട്രോക്കും വരാതെ തടയുന്നതിനും ഉള്ളിയുടെ നിത്യ ഉപയോഗം മൂലം സഹായിക്കും. അതുപോലെ തന്നെ അമിതമായ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഉള്ളിയുടെ ഈ രീതിയിലുള്ള നിത്യ ഉപയോഗം കൊണ്ട് സഹായിക്കും. ഉള്ളിയിലുള്ള സൾഫർ ആന്റി ഗ്രൂപ്പാണ് ഇതിന് സഹായിക്കുന്നത്. കൂടാതെ ചീത്ത കൊളസ്ട്രോളായ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അഥവാ LDL കുറിച്ച് കൊണ്ടുവരാനും സഹായിക്കും. കൂടാതെ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളുടെ തടയുന്നതിനും മികച്ച ഔഷധമാണ് ചുവന്നുള്ളി. നമ്മുടെ ഭക്ഷണത്തിൽ ഉള്ളിയുടെ അളവ് വർദ്ധിപ്പിച്ചാൽ ഇത് ഓവറോയൻ ക്യാൻസർ, കോളൻ ക്യാൻസർ, ഗം ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളെ തടയാനുള്ള മാർഗം കൂടിയാണ് ഉള്ളിയുടെ നിത്യ ഉപയോഗത്താൽ സഹായിക്കുന്നത്. ഇത്രയേറെ ഗുണങ്ങളുള്ള ഈ ഉള്ളി ഒരു ഔഷധം എന്ന നിലയിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇന്ന് മിക്ക ആളുകളുടെയും പ്രശ്നമാണ് കൊളസ്ട്രോൾ. ഇത് കുറയ്ക്കുന്നതിന് ഉള്ളി നീര് മോരിൽ ചേർത്തി കഴിച്ചാൽ കൊളസ്ട്രോൾ നിയന്ത്രിക്കാം. ആയുർവേദ വിധിപ്രകാരം ചുവന്നുള്ളി ഇല്ലാത്ത രോഗശമനം ഇല്ല എന്ന് തന്നെ പറയാം. വാതസംബന്ധമായ വേദനയും മറ്റും മാറാൻ ഉള്ളി നീരും കടക എണ്ണയും മിക്സ് ചെയ്ത് പുരട്ടിയാൽ വേദന പമ്പ കടക്കും. ചുരുക്കി പറഞ്ഞാൽ ഉള്ളി ചെറുതാണെങ്കിലും ഗുണത്തിന്റെ കാര്യത്തിൽ നിസാരക്കാരനല്ല.
ഉള്ളി നമ്മൾ ദിവസവും ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കാറുണ്ടെങ്കിലും ഇതുമൂലം ഞാൻ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങളെ പറ്റിയുള്ള ഈ ഇൻഫർമേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നും എല്ലാവർക്കും ഉപകാരപ്രദമായെന്നും വിശ്വസിക്കുന്നു. കൂടാതെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകാൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ.